ഒരു മണിക്കൂറിൽ 6 ടൺ ജ്യൂസ് ഉണ്ടാകുന്നത്. അതായത് 6 ടൺ മാംഗോയോ, 6 ടൺ ഇഞ്ചി, 6 ടൺ ഫ്രൂട്ട്സ്, ഏത് ഐറ്റം 6 ടണ്ണ് നിങ്ങൾക്ക് ഒരു മണിക്കൂറിൽ ഈ മെഷീനിൽ നിന്ന് ജ്യൂസാക്കി എടുക്കാൻ പറ്റും. അതായത് ജ്യൂസ് സെപ്പറേറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ വേസ്റ്റ് മറ്റൊരു ഭാഗത്തേക്കും വരും. അപ്പോൾ ഇത് കയറ്റി അയക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തു വെച്ചിരുന്ന ഒരു മെഷീനാണ്. ദക്ഷിണാഫ്രിക്കയിലോട്ടാണ് അവർ കയറ്റിയിരിക്കുന്നത്. ഇവിടുന്ന് ധാരാളം മെഷീൻസുകൾ ദക്ഷിണാഫ്രിക്കയിലോട്ടും മറ്റ് രാജ്യങ്ങളിലോട്ടും കയറ്റി അയക്കുന്നുണ്ട്. അവർ ടെസ്റ്റ് ട്രയലാണ് ഇത് എടുത്തത്. ഏകദേശം 1000 കിലോ ഇഞ്ചി അവർ ട്രയലെടുത്തു. അതിൽ ഇഞ്ചിയുടെ വേസ്റ്റൂടെ ജ്യൂസിലൂടെ കടന്നു വന്നുകൊണ്ട് അവരതിൻ്റെ മെഷ് മാറ്റിയിട്ട് പുതുതായിട്ട് സ്ഥാപിക്കുന്നത്. അപ്പോൾ ഇവർ ടെസ്റ്റ് ചെയ്ത് പ്രോപ്പറാണെങ്കിൽ മാത്രമാണ് അവർ ഈ മെഷീൻ കയറ്റുമതി ചെയ്യുന്നത്. ഇത് അവരുടെ പൊടിപ്പിക്കുന്ന മെഷീനാണ്. റേഞ്ച് 50,000 ആ റേഞ്ചിലൊക്കെ വരുന്നതാണ്. ഫുള്ള് SS ആണ്. നമുക്ക് ഫുൾ SS വേണോ അല്ലെങ്കിൽ അതിൻ്റെ കോണ്ടാക്ട് പാർട്ട് മാത്രം SS വേണോ എന്നുള്ളത് അവർ പറഞ്ഞാൽ അതനുസരിച്ച് ചെയ്തു തരും. ഇത് ജ്യൂസ് ഹോട്ട് ചെയ്യുന്നതാണ്, ഇത് കൂൾ ചെയ്യുന്നതാണ്. ഇത് കൂളിങ്ങാണ്. ഇതിനകത്ത് ജ്യൂസ് ഒഴിച്ച് വെച്ച് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ജ്യൂസ് എപ്പോഴും കൂളായി തന്നെ ഇരിക്കും. ഇവരുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് തന്നെ ഈ ജ്യൂസ് പാക്ക് ചെയ്ത് എടുക്കുന്ന അല്ലെങ്കിൽ ജ്യൂസ് കെമിക്കൽ ഫ്രീ ആയിട്ട് പാക്ക് ചെയ്ത് കസ്റ്റമറുടെ കയ്യിലെത്തിക്കുന്ന ഒരു സംവിധാനം കൂടെ അവർക്കുണ്ട്. അതായത് ഇവരുടെ മെഷീൻ ഉപയോഗിച്ച് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ ഇവർ മറ്റ് കസ്റ്റമറെ കാണിക്കാനായിട്ട് തന്നെ അവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അത് സെയിലിനും വെച്ചിട്ടുണ്ട്. ഇത് തേങ്ങ ചിരണ്ടുന്ന മെഷീനാണ്. ഇത് ചെറിയ ജ്യൂസ്, അതായത് ഒരു മണിക്കൂറിൽ 20 കിലോ ജ്യൂസ് ഉണ്ടാക്കുന്ന മെഷീനാണ്. അത് അതിൽ തന്നെയാണോ ഇതിലെടുക്കുന്നത് അല്ലേ? ഗ്രേറ്റഡ് കോക്കനട്ട്. ഇത് ചെയ്യുന്നുണ്ടല്ലേ? ഇത് എത്രയാണ് ഇതിൻ്റെ മെഷീൻ എല്ലാം കൂടെ എത്ര വരുന്നു? ഇതിൻ്റെ മെഷീന് ഇതൊരു 3 മെഷീൻ, പിന്നെ ബ്ലാസ്റ്റർ ഫ്രീസർ വേണം. ഇത് ബ്ലാസ്റ്റർ അല്ല, സാധാ ഫ്രീസറാണ്. ബ്ലാസ്റ്റർ ഫ്രീസർ അപ്പുറത്തുണ്ട്. തേങ്ങയിൽ ചിരട്ട കളയുന്ന ഒരു മെഷീനാണ്. അപ്പോൾ ഈ കണ്ടല്ലോ നിങ്ങൾ, ഈ ജ്യൂസുകളൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ നമുക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ആർക്ക് വേണോ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. ഇതിൽ കെമിക്കൽ ഫ്രീ ആണ്. കണ്ടോ, ഇത് പൈനാപ്പിൾ ജ്യൂസാണ്. പൈനാപ്പിൾ അവർ ചെയ്തെടുക്കുന്നതാണ്. അതുപോലെ ആ ഫ്രീസറിനകത്ത് ഇരിക്കുന്നതെല്ലാം ഇവിടെ അവർ ഉപയോഗിക്കുന്ന മെഷീനുകളിൽ ടെസ്റ്റ് റൺ ചെയ്യുന്നതും അവർ തന്നെ പ്രൊഡക്ഷൻ നടത്തുന്നതുമാണ്. അപ്പോൾ ഇതുപോലെ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ 1 വർഷം വരെ കേടുകൂടാതെ ഇരിക്കുന്ന. ആ വലിയ ബോട്ടിലിരിക്കുന്നത് കോക്കനട്ട് വാട്ടറാണ്. അപ്പോൾ അത് തന്നെ 1 വർഷം വരെ ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റും എന്നാണ് അവർ പറയുന്നത്. ഇത് കണ്ടോ, ഇത് വെജിറ്റബിളാണ്. വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന മെഷീനുണ്ട്, വെജിറ്റബിൾ പാക്ക് ചെയ്യുന്ന മെഷീനുണ്ട്. ഇതെല്ലാം ഫ്രീസ് ചെയ്ത് ഇതുപോലൊരു ഫ്രീസറും ഇവിടെ നിന്ന് 1-2 മെഷീനും വാങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ കെമിക്കൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള വെജിറ്റബിളും ഫ്രൂട്ട്സ് ജ്യൂസും ഫ്രൂട്ടുകളൊക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും. ഇത് ജാക്ക് ഫ്രൂട്ടാണ്. അതവർ കൈകൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ. അവർ പറയുന്നത് പറഞ്ഞാൽ ചെറിയ മുതൽ മുടക്ക് മതിയെന്നാണ്. കാരണം ഇതിലുള്ള ഒരു ഫ്രീസർ വേണം, പിന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഏതാണോ മെഷീൻ അത് മാത്രം മതി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇവരുടെ സർവീസ്, മെഷീനിലുള്ള സർവീസും ഒക്കെ വളരെ നല്ലതാണ്. ഇത് കോക്കനട്ട് കേട്ടോ, കോക്കനട്ടിൻ്റെ ഈ ഗ്രേ കളർ കളയുന്ന മെഷീനും ഇവിടെയുണ്ട്, ബ്രൗൺ കളർ. അങ്ങനെ കളഞ്ഞെടുത്ത ശേഷം ഗ്രേറ്റഡ് കോക്കനട്ടാക്കി മാറ്റുന്നതാണ്. ഇത് ജ്യൂസ് എടുക്കുന്ന മെഷീനാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് പല റേഞ്ചിലുള്ളതുകൊണ്ട് അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇവയുടെയൊക്കെ ജ്യൂസുകൾ അതുപോലെ തന്നെ കട്ട് ചെയ്ത് പാക്ക് ചെയ്യുക എന്നുള്ള എല്ലാ തരത്തിലുള്ള മെഷീനുകളും ഇവിടെയുണ്ട്. അപ്പോൾ ഫ്രൂട്ട് ജ്യൂസൊക്കെ നിങ്ങൾക്ക് കെമിക്കൽ ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ള ഒരു അവസരം കേരളത്തിലുണ്ടെങ്കിൽ വളരെ നല്ല മാർക്കറ്റ് കിട്ടുന്ന ഒരു സംവിധാനം കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ കോൺടാക്റ്റ് ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇതിൻ്റെ ഒരു കാറ്റലോഗ് തന്നെ ഞാനതിൽ വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട്. അതിൽ നോക്കിയിട്ട് വിളിച്ചാൽ മതി, അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഇതൊരു മലയാളിയാണ് നടത്തുന്നത്. കോയമ്പത്തൂരാണ് ഈ സ്ഥാപനം ഉള്ളത്.